കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 8. രചന ശാലിനി ഇയെ. കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങൾ എടുത്തു വയ്ക്കാൻ നോക്കുകയാണ് നദി. പാത്രങ്ങളൊക്കെ അവിടെ ഇരുന്നോട്ടെ മോളെ, എല്ലാം നാളെ രാവിലെ കഴുകാം. നീ കൈ കഴുകിയിട്ട് എൻ്റെ അടുത്തേക്ക് വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. യാമിനി പാത്രങ്ങൾ കഴുകേണ്ട എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ നദിക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നി. വീടും പരിസരവും എപ്പോഴും വൃത്തിയായിരിക്കാം. തിന്ന പാത്രങ്ങളൊന്നും പിറ്റേന്ന് കഴുകാനായി വയ്ക്കരുത്. അടുക്കളയും ഊണുമുറിയും രാത്രി തന്നെ തുടച്ചു വൃത്തിയാക്കിയിടണം. മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. എപ്പോഴാ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്നൊരു ദിവസം മരണം നമ്മുടെ വീട്ടിലേക്ക് വന്നാലോ? അന്നേരം വീട്ടിനുള്ളിലേക്ക് പുറത്തു നിന്നുള്ളവർ കയറി വരില്ലേ? അവർ വിലയിരുത്തും നമ്മുടെ വൃത്തിയില്ലായ്മയെ. അതുകൊണ്ട് എത്ര വയ്യായി വന്നാലും എച്ചിൽ പാത്രങ്ങൾ രാത്രി തന്നെ കഴുകി വെക്കണം. അമ്മയെന്നും പറഞ്ഞു തരുന്ന വാക്കുകളാണിത്. ആ വാക്കിനെ മറികടന്നുകൊണ്ടാണ് പാത്രങ്ങളെല്ലാം നാളെ കഴുകി വെക്കാമെന്ന് അമ്മ പറയുന്നത്. നദി ചുളിഞ്ഞ മുഖത്തോടെ യാമിനിയെ നോക്കി. ഞാൻ മുൻപ് പറഞ്ഞതൊന്നും ഇപ്പോൾ ഓർമ്മിച്ചെടുക്കാൻ നിൽക്കണ്ട. കൈ കഴുകി ഇങ്ങ് വന്നിരിക്കെ. നദി പിന്നെ തർക്കിക്കാനായി നിന്നില്ല. അവൾ കൈ കഴുകി വേഗം അമ്മയുടെ അടുത്തേക്ക് വന്നിരുന്നു. ഹാളിലെ സോഫയിലോ ചെയറിലോ ഒന്നുമല്ല യാമിനി ഇരിക്കുന്നത്, വെറും നിലത്താണ്. നദി അരികിൽ വന്നിരുന്നതും യാമിനി അവളെ മടിയിലേക്ക് ചായ്ച്ചു കിടത്തി. അവളുടെ മുടിയിലൂടെ വിരൽ ഓടിക്കവേ യാമിനിയുടെ മേകൾ നിറഞ്ഞു തുടങ്ങി. നദി മലർന്നു കിടന്നതും അവരുടെ മേകളിൽ നിന്നും നീർ അവളുടെ കവിളിലേക്ക് അടർന്നു വീണു. അവൾ തന്റെ കവിളുകൾ അമർത്തി തുടച്ചതിന് ശേഷം കൈ എത്തിച്ച് അമ്മയുടെ കണ്ണുകളും തുടച്ചു കൊടുത്തു. അമ്മ എന്തിനാ വിഷമിക്കുന്നത്? ഇപ്പോഴത്തെ വേദന എന്താണെന്ന് 22 വർഷമായില്ലേ ഞാൻ അമ്മയുടെ കൂടെ. അമ്മയിൽ വരുന്ന മാറ്റങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് അമ്മയേക്കാൾ ഏറെ എനിക്കറിയാം. നദി പറഞ്ഞത് കേട്ട് യാമിനി ഒന്നും മനസ്സിലാകാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു. നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ് അല്ലേ അമ്മേ? യാമിനിയുടെ കൈത്തലം തന്റെ ചുണ്ടോട് ചേർത്തും കൊണ്ടാണ് അവൾ അങ്ങനെ ചോദിച്ചത്. ഈ യാത്രയോ? നമ്മൾ രണ്ടുപേരും ഇന്ന് കഴിച്ച ഭക്ഷണത്തിൽ അമ്മ വിഷം ചേർത്തിരുന്നില്ലേ? ഒരു നിമിഷം യാമിനിയുടെ മുഖം വിളറിപ്പോയി. അമ്മ വിഷമിക്കണ്ട, എന്നെയും കൂടെ കൂട്ടാൻ അമ്മയ്ക്ക് തോന്നിയല്ലോ. അമ്മ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നാളെ മുതൽ ഞാനെങ്ങനെ തനിച്ച് ജീവിക്കും അമ്മേ? മരണം അമ്മയെ എന്നിൽ നിന്നും അടർത്തിയെടുത്തു കൊണ്ടുപോകുമ്പോൾ അനാഥത്വത്തിന്റെ പടുകുഴിയിലേക്ക് വീണു പോയില്ല ഞാൻ. ആരോരും തുണയില്ലാതെ ഈ ലോകത്തിൽ ഞാൻ എങ്ങനെ തനിയെ ജീവിക്കും അമ്മേ? അങ്ങനെയൊരു ഇരുട്ടിലേക്ക് എന്നെ തള്ളിയിടാതെ എൻ്റെ അമ്മയ്ക്ക് എന്നെ കൂടെ കൊണ്ടുപോകാൻ തോന്നിയില്ലേ? ഇപ്പോഴാണ് എൻ്റെ അമ്മ എന്നോട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇന്ന് രാവിലെ മുതൽ അമ്മയുടെ പെരുമാറ്റത്തിൽ നിന്നും വാക്കുകളിൽ നിന്നും എനിക്ക് അസ്വാഭാവികത തോന്നിയിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഇത്രയും സമയം ഞാൻ എൻ്റെ മനസ്സിനെ ബലം കൊടുത്തത് കൊണ്ടാകാം മരിക്കാൻ എനിക്കെപ്പോഴും ഭയമില്ലമ്മേ. മോളെ, യാമിനി കുനിഞ്ഞിരുന്നു കൊണ്ട് അവളുടെ മുഖത്ത് ഉമ്മകൾ കൊണ്ട് മൂടി. എൻ്റെ കുഞ്ഞ്, അമ്മയെ ശപിക്കരുത്. നിന്നെ സുരക്ഷിതമായ കൈകളിലേൽപ്പിക്കാൻ ഒരുപാട് പരിശ്രമിച്ചു. ഈ പ്രായത്തിനുള്ളിൽ നിന്റെ വിവാഹം നടത്താൻ പോലും ഞാൻ ശ്രമിച്ചിട്ട് എല്ലാത്തിലും അമ്മ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇനിയും സുരക്ഷിതമായി ഏതെങ്കിലും കൈകൾ നീണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കിയാൽ ഇടയ്ക്ക് വെച്ച് ഒരു വാക്കുപോലും പറയാതെ മരണം അമ്മയെ കൂട്ടിക്കൊണ്ടുപോകും. ആശ്വാസത്തോടെ എങ്ങനെയാണ് അമ്മ കണ്ണുകൾ അടയ്ക്കുന്നത്? അതുകൊണ്ടാണ് ഇത്തരം ഒരു നീചകർമ്മം അമ്മയ്ക്ക് ചെയ്യേണ്ടതായി വന്നത്. എൻ്റെ കുഞ്ഞ്, അമ്മയോട് ക്ഷമിക്കണേ. സാരല്ലമ്മേ, അമ്മ വിഷമിക്കേണ്ടതില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അടുത്ത ജന്മത്തിൽ നമുക്ക് വീണ്ടും ഒരുമിക്കാം. എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനുമായി നമ്മൾ പകുതി വെച്ച് നിർത്തിയ ജീവിതം പുനരാരംഭിക്കാം. ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് അമ്മ മറുപടി പറയണം. ഇനി അത് ചോദിക്കാൻ എനിക്കോ പറയാൻ അമ്മയ്ക്കോ കഴിഞ്ഞെന്ന് വരില്ല. എന്താ മോൾക്ക് അറിയേണ്ടത്? ചോദിക്കുക, അമ്മ പറയാം. യാമിനി മടിയിൽ കിടക്കുന്ന തൻ്റെ മകളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. എൻ്റെ അച്ഛൻ ആരാ? എവിടെയാണ് താമസിക്കുന്നത്? അച്ഛൻ്റെ ബന്ധുക്കളായി ആരെല്ലാമുണ്ട്? ന്യായമായും അവൾ അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അയാൾ ആരെന്ന് പറയാൻ യാമിനി തീരുമാനിച്ചു. മോളെ, നിനക്ക് ഒരു ഏട്ടനുണ്ട്. യാമിനിയുടെ സ്വരം ഇടറി തുടങ്ങി. എന്താ പറഞ്ഞത്? എനിക്കൊരു ഏട്ടനുണ്ടെന്നോ? എവിടെയാണ്? എന്താ പേര്? അച്ഛൻ്റെ പേരെന്താ?
അമ്മയുടെ രണ്ടു മൂക്കിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നത് അവൾ കണ്ടു. അമ്മേ, മൂക്കിൽ. നദി കൈയെത്തിച്ചു അമ്മയുടെ മൂക്ക് തുടച്ചു കൊടുത്തു. അമ്മേ, ഇനി സമയമില്ലമ്മേ, എൻ്റെ അച്ഛൻ്റെ പേരെങ്കിലും പറയൂ. അവൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നുന്നുണ്ട്. തലയ്ക്ക് കനം വയ്ക്കുന്നത് പോലെയും കൈകാലുകൾ കുഴയുന്ന പോലെയും കൺപോളകൾ കനം തൂങ്ങുന്ന പോലെയും അനുഭവപ്പെട്ടു തുടങ്ങിയപ്പോൾ താനും മരണത്തിലേക്ക് പോവുകയാണെന്ന് അവൾക്ക് ഉറപ്പായി. അമ്മേ, പറയമ്മേ. നല്ലയാളായാലും ചീത്തയാളായാലും എൻ്റെ അച്ഛനാണല്ലോ എന്ന കാരണത്താൽ ഇത്ര നാളും സ്നേഹം കൊണ്ട് ഞാൻ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ച ഒരാളാണല്ലോ എൻ്റെ എന്ന കാരണത്താൽ ആ പേരെങ്കിലും ഉരുവിട്ടും കൊണ്ട് ഞാൻ മരിച്ചോട്ടെ അമ്മേ. അതിനുള്ള അവകാശമെങ്കിലും എനിക്ക് താ. പൊട്ടിക്കരയുന്ന മകളുടെ മുഖത്തേക്ക് നോക്കി നാവുയർത്താൻ പാടുപെടുകയാണ് യാമിനി. വാക്കുകൾ മുഴുവൻ ആക്കാൻ യാമിനിക്ക് കഴിഞ്ഞില്ല. അതിനു മുൻപേ അവർ രക്തം ഛർദ്ദിച്ചുകൊണ്ട് നദിയുടെ ദേഹത്തേക്ക് കമഴ്ന്നു വീണു. നദി കരഞ്ഞില്ല. അവൾ അമ്മയെ താങ്ങി പിടിച്ചുകൊണ്ട് ആ മടിയിൽ നിന്നും എഴുന്നേറ്റു. യാമിനിയുടെ ശരീരം പിടയുകയും വായിൽ നിന്ന് നുരയും പതിയും വരികയും ചെയ്യുന്നുണ്ട്. നദി അവരെ നിലത്ത് തന്നെ ശരിക്കും കിടത്തി. എന്നിട്ട് അകത്തെയും പുറത്തെയും എല്ലാ ലൈറ്റുകളും അണച്ചു. അതിനുശേഷം അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർക്കരികിലായി അവളും കിടന്നു. യാമിനിയുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തുമ്പോൾ നദിയുടെ അതരങ്ങൾ വിറകൊണ്ടിരുന്നു. തന്റെ മൂക്കിലൂടെയും രക്തം ഒലിച്ച് ഇറങ്ങുന്നത് നദി അറിഞ്ഞു. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതും അബോധാവസ്ഥയിൽ താൻ ആഴ്ന്നു പോകുന്നതും അവൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഞരങ്ങുകയും മൂളുകയും ചെയ്യുന്ന യാമിനിയെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നു. ഇൻസ്പെക്ടറും സർക്കിൾ ഇൻസ്പെക്ടറും കുറച്ച് പോലീസുകാരും കൂടിയാണ് യാമിനിയുടെ വീട്ടിലേക്ക് തിരിച്ചത്. സർക്കിൾ ഇൻസ്പെക്ടർ സദാശിവൻ ഈ സമയം കൊണ്ട് യാമിനിയുടെ വാർഡ് മെമ്പറെ വിളിച്ച് വിവരങ്ങൾ ധരിപ്പിച്ചു. വാർഡ് മെമ്പറും നാട്ടുകാരും കൂടിയാണ് ആദ്യം വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ സമയം 9:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വീടും പരിസരവും എല്ലാം ഇരുട്ടിലാണ്. അസ്വാഭാവികമായ യാതൊന്നും അവർക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല. മെമ്പറുടെ കൈ കോളിംഗ് ബെല്ലടിക്കാനായി നീണ്ടു. മെമ്പറെ, ഇതിനുള്ളവർ ഉറങ്ങിയതാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ കോളിംഗ് ബെല്ലടിച്ച് നമ്മളവരെ ഉണർത്തണോ? നാട്ടുകാർ ആരോ അങ്ങനെ പറഞ്ഞതും മെമ്പർ നീട്ടിയ കൈ താഴ്ത്തിയിട്ടു. അപ്പോഴേക്കും പോലീസുകാരും എത്തി. മെമ്പർ വേഗം CIക്ക് അരികിലേക്ക് ചെന്നു. സാർ പറഞ്ഞ പോലെയുള്ള കുഴപ്പങ്ങളൊന്നും അതിനുള്ളിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ഈ പരിസരത്തൊക്കെ അന്വേഷിച്ചു. ആ വീട്ടിൽ അമ്മയും മകളും മാത്രമേ ഉള്ളൂ. അമ്മയൊരു സംഗീത അധ്യാപികയാണ്. മകൾ PGക്ക് പഠിക്കുകയാണ്. അവർക്കെന്തോ വലിയൊരു അസുഖമാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്നും രാത്രി 9 മണി ആകുമ്പോഴേക്കും ആ വീടും പരിസരവും ഇരുട്ടിലാകുമെന്നാണ് അവരൊക്കെ പറയുന്നത്. അവിടെ ആണുങ്ങളാരും ഇല്ലാത്തത് കൊണ്ട് അവരൊന്നും 9 മണിയാകുമ്പോഴേക്കും കിടക്കുമെന്നാണ് പറയുന്നത്. CI മെമ്പറെ ഒന്ന് രൂക്ഷമായി നോക്കി. അയാളോട് ഒന്നും പറയാതെ CI കോളിംഗ് ബെൽ അടിച്ചു. ഒന്നല്ല പലവട്ടം. ഉള്ളിൽ നിന്നും പ്രതികരണമൊന്നും ഇല്ല എന്ന് മനസ്സിലായതും അയാൾ തിരിഞ്ഞ് ഇൻസ്പെക്ടറെ നോക്കി. അശോക, പോലീസുകാരെയും കൂട്ടി വാതിൽ ചവിട്ടിപ്പിടിക്കേ. യെസ് സാർ. നിമിഷ നേരം കൊണ്ട് യാമിനിയുടെ വീടിന് മുന്നിൽ ജനസമുദ്രമായി. പോലീസുകാരും നാട്ടുകാരും ചിലരും ചേർന്ന് നിമിഷ നേരം കൊണ്ട് വാതിൽ ഇടിച്ചു തുറന്നു. ആരൊക്കെയോ അപ്പോഴേക്കും ഉമ്മറത്ത് ലൈറ്റിട്ടിരുന്നു. അകത്തെ ലൈറ്റിടാനായി CI ചുമരിൽ പരതി. മുറിയിൽ വെളിച്ചം വീണതും മുന്നിലെ കാഴ്ച കണ്ട് അയാൾ സ്തംഭിച്ചു നിന്നു. വായിൽ നിന്ന് നുരയും പതയും മൂക്കിൽ നിന്ന് രക്തവും ഒലിച്ച് നിശ്ചലരായി കിടക്കുന്ന രണ്ടുപേർക്കും ജീവൻ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. SI വേഗം ആംബുലൻസിന് ഫോൺ ചെയ്തു. CI കുനിഞ്ഞിരുന്ന് രണ്ടുപേരെയും മൂക്കിനടുത്ത് വിരൽ വെച്ച് നോക്കി. നേരിയ ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ടോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. ഉറപ്പു പറയാൻ അയാൾക്ക് കഴിയുന്നില്ല. നിമിഷ നേരം കൊണ്ട് ആംബുലൻസ് എത്തി. നാട്ടുകാരിൽ ചിലരൊക്കെ ചേർന്നാണ് അമ്മയെയും മകളെയും ആംബുലൻസിൽ കയറ്റിയത്. ആംബുലൻസ് കണ്ണിൽ നിന്നും മറഞ്ഞതും CI മെമ്പറുടെ നേർക്ക് രൂക്ഷമായി നോക്കി. ഞങ്ങളെത്താൻ വൈകുന്നത് എന്ന് തോന്നിയത് കൊണ്ടാണ് തന്നെ വിളിച്ചത്. അല്ലാതെ തന്നെ വിളിച്ച് അറിയിക്കണമെന്ന് ചടങ്ങൊന്നുമില്ല. 5 മിനിറ്റ് മുമ്പേ ഇവിടെ എത്തിയിരുന്നെങ്കിൽ എന്നൊരു വാക്ക് എങ്ങാനും ഡോക്ടർമാരിൽ നിന്നും കേൾക്കാൻ ഇടവന്നാൽ ബാക്കി അപ്പോൾ പറയാം. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് CI ജീപ്പിനുള്ളിലേക്ക് കയറി. ജീപ്പ് കണ്ണിൽ നിന്നും മറയുന്നത് വരെ മെമ്പർ നോക്കി നിന്നു. കൺമുന്നിലെ കാഴ്ച കണ്ട ഞെട്ടൽ അയാൾക്ക് അപ്പോഴും മാറിയിരുന്നില്ല. അച്ഛൻ്റെ ടെൻഷൻ ശരിയായിരുന്നു.
പോലീസുകാർ ചെല്ലുമ്പോൾ അവർ രണ്ടുപേരും വിഷം കഴിച്ച അവസ്ഥയിലാണ്. ആംബുലൻസ് വരുത്തി ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ഇനിയെല്ലാം ഡോക്ടേഴ്സിന്റെയും ദൈവത്തിന്റെയും കൈകളിലാണ്. ഹോസ്പിറ്റലിന്റെ പേര് കൂടി പറഞ്ഞതിന് ശേഷം ബദ്രി ഫോൺ വെച്ചു. ബദ്രി പറയുന്നതെല്ലാം കേട്ട് ചലിക്കാനാവാത്ത അവസ്ഥയിൽ കോ ഡ്രൈവർ സീറ്റിൽ തളർന്നിരിക്കുന്നുണ്ട് മഹാദേവൻ മാസ്റ്റർ. അയാളെ ഒന്ന് നോക്കിയതിനു ശേഷം ബദ്രി കാർ വേഗത്തിൽ ഓടിച്ചു. കാർത്തിയും ഞാനും ഒരുമിച്ചാണ് പഠിച്ചിരുന്നതെന്ന് അമ്മാമ്മയ്ക്ക് അറിയാമല്ലോ. അവനീ ലോകത്ത് ഏറ്റവും അധികം വെറുക്കുന്ന ഒരു വ്യക്തിയാണ് അവന്റെ അമ്മ. തെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ അമ്മാമ്മയും അവരെ ഇറക്കി വിട്ടത്. തെറ്റവരുടെ പക്ഷത്താണെന്നിരിക്കെ എന്തിനാണ് അമ്മാമ്മ ഇങ്ങനെ വിഷമിക്കുന്നത്? തെറ്റ് ചെയ്ത അവളല്ല ബദ്രി, ഞാനാണ് തെറ്റ് ചെയ്തത്. ഞാൻ ചെയ്ത തെറ്റിനാണ് അവൾക്ക് ശിക്ഷ വിധിച്ചത്. നൊന്ത് പ്രസവിച്ച മകനെ കാണാതെ ഈ വർഷം അത്രയും അവൾ ജീവിച്ചില്ലേ? എൻ്റെ മകളെ ആരെയും ഏൽപ്പിച്ചു പോകാൻ കഴിയാത്തത് കൊണ്ടല്ലേ മരണത്തിനും അവൾ കൂടെ കൂട്ടാൻ ശ്രമിച്ചത്. ഇതിനെല്ലാമുള്ള ശിക്ഷ അനുഭവിച്ചിട്ടേ എനിക്ക് ഈ ഭൂമിയിൽ നിന്നും പോകാൻ കഴിയൂ. തിരുത്താൻ അവസരങ്ങൾ ഒരുപാടുണ്ടായിട്ടും ഒരിക്കൽ പോലും ഞാൻ അതിനെ ശ്രമിച്ചില്ല. അങ്ങനെ ഞാൻ ശ്രമിച്ചാൽ, സത്യങ്ങളെല്ലാം കാർത്തിയെ അറിയിച്ചാൽ, ഇന്ന് യാമി ഒറ്റപ്പെട്ടു പോയെടുത്ത് ഞാനായിരിക്കും നിൽക്കുന്നത്. എൻ്റെ മകൻ എൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പും. അവനെ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഞാനൊരു സ്വാർത്ഥനായി മാറി. ഇപ്പോൾ എനിക്കൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, അവളെയും എൻ്റെ മോളെയും ജീവനോടെ തിരികെ തരണേ എന്ന്. എല്ലാ സത്യങ്ങളും ഞാൻ കാർത്തിയെ അറിയിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. എന്നെ എൻ്റെ മകൻ വെറുത്താലും ഞാൻ അത് ചെയ്തിരിക്കും. സത്യം. തുടരും. കഥയുടെ അടുത്ത ഭാഗം നാളെ.